ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനം ജൂൺ 24 ചൊവ്വാഴ്ച ഏറ്റുമാനൂർ സാന്റ് ജോസ് കൺവെൻഷൻ സെന്ററിൽ നടക്കുമെന്ന് AKCA ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകുന്നേരം 6 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ഭക്ഷണ വിതരണ ഉത്പാദന രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന സംഘടനയാണ് AKCA. കാറ്ററിംഗ് നടത്തുന്നവരുടെ ക്ഷേമത്തിനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കാറ്ററിംഗ് മേഖല അഭിമുഖീകരിക്കുന്ന സങ്കീർണമായ പ്രശ്നങ്ങൾ നേരിടുന്നതിനും AKCA ലക്ഷ്യമിടുന്നു. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് രജിസ്ട്രേഷൻ ആരംഭിക്കും. 3 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിൽ AKCA ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരിക്കും. ജില്ലാ സെക്രട്ടറി ജോസ് ഫിലിപ്പ് സ്വാഗതവും റിപ്പോർട്ടും അവതരിപ്പിക്കും. ജില്ലാ ട്രഷറർ റെജി എബ്രഹാം കണക്ക് അവതരിപ്പിക്കും. AKCA ജില്ലാ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് AKCA മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി റിട്ടേണിംഗ് ഓഫീസറായി നടക്കും. AKCA സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ സംഘടനയുടെ ഭാവി പ്രവർത്തന പരിപാടി അവതരിപ്പിക്കും. വൈകിട്ട് 6 നടക്കുന്ന പൊതുസമ്മേളനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ് അധ്യക്ഷനായിരിക്കും. സംസ്ഥാന പ്രസിഡന്റ് പ്രിൻസ് ജോർജ് മുഖ്യപ്രഭാഷണം നടത്തും. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം, FSSAI കോട്ടയം ജില്ലാ അസിസ്റ്റന്റ് കമ്മീഷണർ A. അനസ്, AKCA സംസ്ഥാന രക്ഷാധികാരി ഏലിയാസ് സക്കറിയ, സംസ്ഥാന ജനറൽ സെക്രട്ടറി റോബിൻ കെ പോൾ, സംസ്ഥാന ട്രഷറർ MG ശ്രീവത്സൻ, പഞ്ചായത്ത് മെമ്പർ അമുദ റോയ്, AKCA ജില്ലാ വൈസ് പ്രസിഡന്റും മീനച്ചിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ സോജൻ തൊടുക, മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി V. സുനുകുമാർ, സംസ്ഥാന സെക്രട്ടറി മാത്യു പൂവേലി, ജില്ലാ രക്ഷാധികാരി ബാബു ജോസഫ്, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് MK ആന്റണി, പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയൻ നടമംഗലം, ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജിനു PV എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും. സംഘാടക സമിതി കൺവീനർ ബിനോയ് എബ്രഹാം കൃതജ്ഞത രേഖപ്പെടുത്തും. രാത്രി 8 ചിങ്ങവനം കൈതാരം ഓർക്കസ്ട്രയുടെ ഗാനമേളയും 8:30 മുതൽ സ്നേഹവിരുന്നും നടക്കും. പരിപാടിയെക്കുറിച്ച് വിശദീകരിക്കുന്നതിനായി ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന പത്രസമ്മേളനത്തിൽ AKCA ജില്ലാ പ്രസിഡന്റ് സജി ജേക്കബ്, സെക്രട്ടറി ജോസ് ഫിലിപ്പ്, ജില്ലാ കൗൺസിൽ മെമ്പർ ശിവദാസ് PA എന്നിവർ പങ്കെടുത്തു. ഈ സംഘടന കഴിഞ്ഞ 15 വർഷമായി കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. ഈ സംഘടനയിലുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള, അതായത് ഫുഡ് സേഫ്റ്റി നിയമങ്ങൾ പാലിക്കുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു സംഘടനയാണിത്. ഇത് അനധികൃതമായ ഒരുപാട് കേറ്ററിംഗുകാർ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഞങ്ങളുടെ ഈ രംഗത്ത് വളരെ ഭീഷണി, ഞങ്ങളെ പോലെ ഈ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കേറ്ററിംഗ് നടത്തുന്ന ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഞങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വിലക്കയറ്റം, ഇപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം തന്നെ നല്ല വില കയറുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ നേരത്തെ തന്നെ ഓർഡറൊക്കെ എടുത്ത് ഇത് നടത്തുവാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ അതിനെതിരെ ഞങ്ങളൊരു സമര പരിപാടികൾ അടുത്ത മാസം 8 തീയതി ജൂലൈ 8 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുണ്ട്. അനിയന്ത്രിതമായ വിലക്കയറ്റത്തിനെതിരെയും അനധികൃതമായി പ്രവർത്തിക്കുന്ന കാറ്ററിംഗുകാരെ നിയന്ത്രിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് 14 ജില്ല ഉൾപ്പെടുത്തിക്കൊണ്ട് ജൂലൈ 8 സെക്രട്ടേറിയറ്റ് പടിക്കൽ ധർണ സംഘടിപ്പിക്കുമെന്ന് AKCA അറിയിച്ചു. ചടങ്ങുകൾ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ അടുത്ത സംവിധാനം ഇല്ലാത്തതും ഭക്ഷ്യസുരക്ഷാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയും പ്ലാസ്റ്റിക് കുപ്പികളിലെ വെള്ളത്തിനുള്ള നിയന്ത്രണവും കാറ്ററിംഗ് മേഖലയെ പ്രതിസന്ധിയിലാക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾ വളരെയേറെ പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണത്. മിനറൽ വാട്ടർ വേണമെന്ന് തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ, നമ്മുടെ ഉപയോക്താക്കൾ മുഴുവൻ. ഇപ്പോൾ കുപ്പികളിൽ 300 ml 400 ml കുപ്പികളിലൊക്കെ മിനറൽ വാട്ടർ കിട്ടുന്ന ഒരു അവസരമുണ്ട്. അതിനൊരു ലഭ്യതയ്ക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വരും. പിന്നെ പഴയ പോലെ നമ്മൾ ചൂടുവെള്ളമൊക്കെ കൊടുക്കേണ്ട, ഒരു വെള്ളം തിളപ്പിച്ച് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഓഡിറ്റോറിയങ്ങളൊക്കെ എത്തും. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ ഓഡിറ്റോറിയങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഒരു കിച്ചണുകൾ പോലും ഇപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയങ്ങളിലൊക്കെ ഇല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഞങ്ങളുടെ ഈ കാറ്ററിംഗ് മേഖല നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ഈ ഓഡിറ്റോറിയങ്ങളിൽ കിച്ചണുകൾ ഇല്ലാത്തത്. i4u ന്യൂസ്, ഏറ്റുമാനൂർ.